അടിപൊളി ബീച്ച്. Welcome back to Zef Vlogs. ഇന്നത്തെ വ്ലോഗ് എന്താന്ന് പറഞ്ഞു കൊടുക്ക്. ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വ്ലോഗ് ആണ്. നമ്മൊരു ലോങ് ട്രിപ്പ് പോവാണ്. എങ്ങണ്ട് അങ്ങ് കോർഫക്കാനിലോട്ട്. ദുബായ് ടു കോർഫക്കാൻ. അതെ. കോർഫക്കാൻ ബീച്ച്. കോർഫക്കാൻ ബീച്ചിലേക്ക് പോണത്. പക്ഷെ അവിടെ വേറെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ടൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം പ്ലാനും ഇല്ല. നമ്മൾ ജസ്റ്റ് കോർഫക്കാനിൽ പോകുന്നു. അവിടെ പോയിട്ട് എന്ത് സംഭവിക്കുന്നു അല്ല എന്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പ്ലാനും ഇല്ല. കോർഫക്കാനിലോട്ട് പോകുന്നു. അവിടെ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് പോക്ക് നടക്കുമെന്ന് അറിയില്ല. നമുക്ക് ട്രൈ ചെയ്യാം. അതെ അതെ, അവിടെ ഒരു ഐലൻഡ് ഉണ്ട്, ഷാർക്ക് ഐലൻഡ്. പിന്നെ നമ്മൾ ഒറ്റക്കല്ല, അത് പറഞ്ഞെടുക്ക്. നമ്മൾ ഒറ്റക്കല്ല, ഫിദീൻ സഫീറും ഉണ്ട്, അവരെയും പൊക്കിയിട്ടുണ്ട്. സ്ഥിര ആൾക്കാരുണ്ട്, സ്ഥിര ആൾക്കാരാണ്. അവരുടെ ഫ്ലാറ്റിന്റെ അടുത്ത് എത്തിയിട്ട് നമ്മള് അവരെടുക്കണം. എന്നിട്ട് സ്ട്രേറ്റ് ടു കോർഫക്കാൻ. അവരും കൂടി ഉണ്ടെങ്കിലേ ചില്ലാവുള്ളൂ അല്ലേ? അതെ. സോ കീപ് വാച്ചിങ്. സഫീറും ഫിദ എത്തിയിട്ടുണ്ട്. അവര് നമ്മളെ വെയിറ്റ് ചെയ്ത് കുറേ നേരെ നിൽക്കുന്നു. നമ്മളൊരു മണിക്കൂർ അതിന് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ വന്നാലേ അതിനുള്ള കേക്കും. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ ഇരിക്കണത്. സാധനങ്ങൾ വെക്കാണ്ടാവൂലേ? നമ്മള് ഫുഡൊക്കെ ഫുൾ പാക്ക് ചെയ്തിട്ടാ പോണത്. അല്ല, ഞങ്ങളത് അതില് പറയണ്ടല്ലോ. ഹായ് പറയൂ. സ്വപ്നങ്ങളിൽ മാത്രം 6 മണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് 5:45 ശശി തലവണ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് 8:15 ഇപ്പൊ സമയം. സോറി ഗൈസ്. 6 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാന്. പക്ഷെ ഇപ്പൊ 8:15 8:30 ആയില്ലേ? ഞങ്ങൾ മാത്രം കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മള് KCB എടുക്കുന്നു. വലിയ പോസ്റ്റിന് കിട്ടൂല. അപ്പൊ എന്തായാലും നമുക്ക് പോവാല്ലേ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുഭൂമിയുടെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. ചിക്കൻ കറി തുറക്കൂ. ഇതെന്താണ്? ഇത് എന്താണ് ഇതിന്റെ സ്പെഷ്യൽ? എന്താണ്? കണ്ണച്ച പത്തിരി, കോഴിക്കോട് സ്പെഷ്യൽ. കണ്ണുവെക്കാത്ത പത്തിരിയാണ്. ഇത് തുറക്കൂ. ഞാൻ തുറക്കണം. ഇത് വീണ്ടും ഇതിന്റെ എന്താണ്? ചിക്കൻ കറി. ഫീദർ സ്പെഷ്യൽ ചിക്കൻ കറി. കോഴിക്കറി. കോഴിക്കറില്ല, ചിക്കൻ കറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാ കോർഫക്കാൻ ബീച്ചില് എല്ലാരും ഉണ്ട്. അടിപൊളി ബീച്ച്. ഇനി എന്താ വേണ്ടി? ഇനി വെള്ളത്തിൽ ഇറങ്ങണം.
അപ്പോൾ ഗൈസ് നമ്മൾ ജെറ്റ് സ്കി ചെയ്യാൻ പോവാണ്. ഇവിടെ വന്നപ്പോൾ നോക്കുമ്പോൾ ജെറ്റ് സ്കി ഉണ്ട്, പാരാസൈലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ജെറ്റ് സ്കി ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. രണ്ട് കപ്പിൾ 2 ജെറ്റ് സ്കി എടുത്തിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു 100 dirhams ആണ് അവർ നോർമലി പറയുന്നത് ഹാഫ് ആൻ അവറിന്. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ 80 dirhams കിട്ടിയിട്ടുണ്ട് ഒരു ബോട്ട്. 80 dirhams 2 ആൾക്കാർക്ക്, അരമണിക്കൂർ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ സെറ്റായിട്ടുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. ഇനി ജെറ്റ് സ്കി എന്തായാലും പോയി നോക്കാം. കുറേ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ അവർക്ക്. നമ്മളെ കൈമേൽ ഒരു കീ തരും, ആ കീ മിസ്സായ 200 dirhams ആണ്. അതുപോലെ തന്നെ ബോട്ട് എവിടെയും കൊണ്ട് ഇടിച്ചാൽ അല്ലെങ്കിൽ മറിഞ്ഞാൽ 2000 dirhams ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഏകദേശം ഒരു 3:30 മണിയായി. അപ്പോൾ നമ്മളിഞ്ഞൊരു ബോട്ടിങ്ങിന് ഇറങ്ങുകയാണ്. അതെ, ഒരു ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ അവിടെ കാണാൻ കുറേ ബോട്ട് കിടക്കണത്. അപ്പോൾ അതെ, ഷാർക്ക് ഐലൻഡ് ഉണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. അങ്ങനെ കുറച്ചപ്പുറത്ത് പോകണം. അപ്പോൾ നമ്മൾ അവിടെ പോയി ജസ്റ്റ് കറങ്ങി വരാൻ ഒരാൾക്ക് 20 dirhams ആണ് ചാർജ് ചെയ്യണത്. പക്ഷെ നമ്മളവിടെ പോവുകയാണ്, നമ്മളവിടെ പോയിട്ട് ഇറങ്ങുകയാണ്. നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ അതിന് എക്സ്ട്രാ ചാർജാണ്, ഡബിൾ ചാർജാണ്. ഇപ്പോൾ നമ്മളൊരു ബോട്ട് ഇതേപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് 150 dirhams, 150 dirhams ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി അത് നോക്കാം അല്ലേ. ഗിരിയുണ്ട്, മറ്റേ പകടപ്പറ്റുണ്ട്. അതൊരു പാനൽ മോട്ടോർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഷാർക്ക് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷാർക്ക് ഐലൻഡ്. ഇവിടെ നമുക്ക് വന്നാൽ ഇവിടെ ബാർബിക്യൂ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്വിമ്മിങ് ചെയ്യാം. പക്ഷെ സ്വിമ്മിങ്ങിനൊക്കെ ചെറിയ സ്ഥലമുള്ളൂ കേട്ടോ, കുറച്ച് ഏരിയ ഉള്ളൂ. ഇവിടെ എന്തോ ജീവി ഉണ്ട് അല്ലേ, ഒരു ഇങ്ങനെ കുത്തുന്ന ഒരു ജീവി. ഈ വെള്ളത്തിന്റെ അടിയിലുണ്ടാവും ഇത്ര സംഭവം. കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ബോൾ പോലെ നിറയെ ഇങ്ങനെ മുള്ളായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, അതൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞവര് ബോട്ടിൽ വന്നവര്. നല്ല വഴുക്കലുണ്ട്, ഫുള്ള് കല്ലാണ്, അടിയിൽ കംപ്ലീറ്റ് കല്ലാണ്. ഒരു ഏരിയ അപ്പുറത്തൊരു ഏരിയ മാത്രം കുറച്ച് കുളിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഇതാ അവിടെ. അപ്പൊ എന്തായാലും സ്ഥലം കൊള്ളാം, അടിപൊളി സ്ഥലമാണ്, കണ്ടില്ലേ. നല്ലൊരു ആംബിയൻസ് ആണ്. അതെ. അപ്പൊ ഈ ബാർബിക്യൂ സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്നാല് ഒരു 3 മണിക്കൊക്കെ ഇവിടെ എത്തിയാൽ സുന്ദരമായിട്ട് അടിപൊളിയായിട്ട് ബാർബിക്യൂ ചുട്ട് ഒരു കുളിയൊക്കെ കുളിച്ച് നമ്മൾ വിളിക്കുമ്പോൾ അവർ നമ്മൾ തിരിച്ചെടുക്കാൻ വരുള്ളൂ. അതെ, അതൊരു നല്ലൊരു ഏകദേശം 7 മണി വരെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോ പോകണം തോന്നിയോ അപ്പോൾ 7 മണിന്റെ ഉള്ളിൽ. അതെ, നമ്മൾ വിളിക്കാം. അതെ, എന്തായാലും അടിപൊളിയാണ്. ഞങ്ങൾ നീരാടാൻ നോക്കാല്ലേ. പക്ഷെ ഇവിടെ ഭയങ്കര വഴുക്കലും കുത്തുന്ന ജീവിനെയും പേടിക്കണം.
പക്ഷെ ഈ ബ്ലാക്ക് കുത്തിനെ ചെയ്യാണ്ട് ഉള്ളിക്കേ ഉള്ളൂ. അടുത്തൊന്നുമില്ല, കുറച്ചപ്പുറത്തേക്കാണ്. കല്ല് കണ്ടില്ല, എന്തൊക്കെയോ വൃത്തികെട്ട സാധനങ്ങളുണ്ട് കല്ലുമേൽ. കണ്ട അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ. എല്ലാ കല്ലുമേലും നമുക്കിത് കാണാൻ പറ്റും. ഈ നാവുനി ടൈപ്പ് സാധനങ്ങളാണ് കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, കടലിൽ കുളിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് കോർപ്പക്കാൻ കടലിൽ കുളിക്കൽ തന്നെയാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ ചെറിയൊരു ഏരിയ ഉള്ള കുളിക്കാനുള്ള കാണിച്ചു തരാം. ഇതാ ആ ഒരു കാണുന്ന ഏരിയ, അതായത് ഈ ബോട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ നിർത്തി തരുന്ന ഒരു ഏരിയ മാത്രമുള്ള ഇവിടെ കുളിക്കാൻ പറ്റിയ ഏരിയ. മറ്റുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് കല്ലാണ്, നല്ല വഴുക്കലുള്ള കല്ലാണ്, നല്ല വഴുക്കലുള്ള കല്ലാണ്. അപ്പോൾ കാലൊക്കെ കൊണ്ടുപോയി പെട്ടെന്ന് വഴുതിയിട്ട് പോയി ഇടിക്കും, അതിന് പൊട്ടും, ഒരു സുഖമില്ല. അപ്പോൾ കുളിക്കാൻ ചെറിയൊരു ഏരിയ ഉള്ളൂ. പിന്നെ ക്യാമ്പിങ്, അതായത് ബാർബിക്യൂ സെറ്റപ്പ് വെച്ചെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റായി നിൽക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഇവിടുത്തെ പരിപാടികൾ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു സേവ? അടിപൊളി. എനിക്ക് ജെറ്റ്സ്കി ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാനും ആദ്യമായിട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ മറ്റത് വലിയൊരു സുഖമായില്ല. ഷാർക്ക് ഐലൻഡ് പോയത് ആ ഒരു ബോട്ട് റൈഡും ഒക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. കാരണം അവിടെ ഫുള്ള് എന്തൊക്കെയോ പവിഴപ്പുറ്റുകളും എന്തൊക്കെയോ ജീവികളും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഇതായിട്ട് എന്തോ ഒരു ഇതുപോലെ ഒരു സുഖമായില്ല. അത് അവിടെ കുളിക്കാൻ പോണതാച്ചെങ്കിൽ പോവാണ്ടിരിക്കണതാണ് നല്ലത്. കാണാനൊക്കെ ഓക്കെയാണ്. പിന്നെ നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇവിടെ നല്ലൊരു വൈബ് തന്നെയാണ് ഇപ്പോഴും. നല്ല ഇരുന്ന് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. രാവിലെ ഇപ്പൊ ഒരു 10:30 ടൈമിൽ ഇവിടെ എത്തി. 11 മണി. നമ്മൾ അവിടെ നിന്ന് 8 മണിക്ക് ഇറങ്ങി 11 മണിക്ക് എത്തി. ഒരു ഡേ ഫുൾ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അടിപൊളിയാണ്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇനിയിപ്പോ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോ ഇടയിൽ ഒരു ഫുഡ് അടി ഉണ്ട്, വീട്ടിൽ പോക്ക്, അത് അത്രേ ഉള്ളൂ. പിന്നെ സഫീർ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. പിന്നെന്താ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.